ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പറൽ പിടിക്കുന്ന അവിടെ തന്നെ നമ്മൾ 5 കൂട് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് പോയി പൊക്കാം. ഇപ്പം നമുക്ക് പറലില്ല, ചൂണ്ട കെട്ടാൻ പറലില്ല. അപ്പോൾ അവിടെ വെച്ച പറൽ കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷ നമ്മൾ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ എന്താണെന്ന് അറിയാൻ മേല, നമുക്ക് നേരെ പോയി നോക്കാം. ഇപ്പോൾ രാവിലെ തന്നെ നല്ല മഴക്കാറ് കൊണ്ടിരിക്കുക ഉണ്ടോ, പടിഞ്ഞാറ് നല്ല മഴക്കാറാണ്. എങ്ങനെയാകുമെന്നറിയാൻ മേല. ഏതായാലും അവിടെ കൂട് വെച്ചിരിക്കുന്ന നമുക്ക് ഇറങ്ങി എടുക്കാനൊക്കത്തുള്ളൂ. അങ്ങോട്ട് പോവാം. നമുക്ക് നല്ല കാറ്റാണ്, പക്ഷെ മഴ പെയ്യാനുള്ള ചാൻസ് ആണ് കാണുന്നത്. അതായി കാറ്റടിക്കുന്നത്. പടിഞ്ഞാറ് നല്ല കാറ്റാണ്. വെള്ളം തെളിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ പാടം കണ്ടോ, കവിഞ്ഞൊഴുകുകയാണ്. പാടത്തെ കൃഷിയെല്ലാം കഴിഞ്ഞ് പാടം തുറന്നു വിട്ടതാണ്. അപ്പോൾ പിന്നെ ആ വിഷയമില്ല. ഇപ്പം വെള്ളം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് നാളിങ്ങനെ വെള്ളം ഇങ്ങനെ കിടക്കും. ബോട്ട് വരുന്നുണ്ട്. പടിഞ്ഞാട്ട് പോകുമ്പോൾ നല്ല സ്പീഡിലാണ് പോകുന്നത്. ഒരു നല്ല ഒഴുക്കല്ലേ. നമ്മളിവിടെ കൂട് വെച്ചിരിക്കുന്നത് ഇറങ്ങാതൊക്കത്തില്ല, ഇറങ്ങണം. ഇറങ്ങാനുള്ള സെറ്റപ്പിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഏതായാലും നമുക്ക് ഇറങ്ങി ആ കൂടൊന്ന് എടുക്കാം. ഓളം പോട്ടെ, ഭയങ്കര ഓളമാണ്. നല്ല ഓളം. നല്ല ഓളം വരും. ഇനിയിപ്പം നമുക്ക് ഇവിടെ ഇറങ്ങാം. നമ്മളിവിടെ ഇറങ്ങുമ്പം മൈക്ക് വെള്ളത്തിലായി പോവും. അപ്പം ഞാൻ മൈക്ക് ഊരി വെക്കുക. മഴ വരുമ്പം എടുക്കാം. നമ്മൾ ഈ ഇടവഴി വേണം ഇറങ്ങാൻ. ഇതൊരു പാലം. ഇപ്പുറത്ത് വരുമ്പോൾ അപ്പുറത്തോടെ ഇനിയിപ്പം വരണമെങ്കിൽ നമ്മൾ മുങ്ങി വരണം. അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ കൂടിൻ്റെ മുകളിലാണ് ആദ്യം കാല് വെച്ചത്. ഏതായാലും നമുക്ക് ഇറങ്ങാം. ആദ്യത്തെ കുടുങ്ങി ഇവിടെ കൂട് വെക്കുന്നില്ല. നമുക്ക് ബുദ്ധിമുട്ടാണ് പൊക്കാൻ തന്നെയല്ല, ഇറങ്ങാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നത്തെ എന്തോന്നതിനകത്ത് പറല് കിട്ടിയാൽ, അല്ലെങ്കിൽ പറല് കിട്ടുന്ന ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് കൂട് വെക്കണം. നോക്കാം ഇതിനകത്ത് മീൻ എന്തുമാത്രം ഉണ്ട്. അങ്ങനെയാണ്. ചെറിയ മീനേ ഉള്ളൂ. ചൂണ്ട കുത്താൻ പറ്റുന്ന മീനല്ല. നമുക്ക് എന്താ വേട്ടയ്ക്ക് കൊടുക്കാം. ഇത് നമ്മളിവിടെ വെക്കുക. ഈ കൂടി ഇവിടെ നമ്മൾ വെക്കുന്നില്ല. അടുത്ത കൂടൊന്ന് നോക്കാം. 2 കൂടാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. 5 കൂടായിരുന്നു നേരത്തെ വെച്ചോണ്ടിരുന്നത്. 2 കൂടെ വെക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് 2 കൂടെ വെച്ചുള്ളൂ. അതായത് നന്നായി പോയി. മീൻ ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിച്ച പോലെ പറലില്ല. കമ്പൂട് വരും. ഇവിടെ എനിക്ക് നിൽക്കാനുള്ള വിടവില്ല. പാലത്തിനിപ്പുറത്തിനെടുക്കാം. അങ്ങനത്തെ ഏതാണ്ട് മീനൊക്കെ മുട്ടുന്നുണ്ട്. മാറി തന്നെ വെച്ച് എടുത്തു കഴിയും. നമ്മൾ പ്രതീക്ഷിച്ച പോലെ പറലില്ല, കുറച്ച് പറലേ ഉള്ളൂ. കണ്ടോ, ഇത് നമ്മളിവിടെ വെള്ളത്തിൽ തന്നെ ഇരിക്കട്ടെ. ഇനി നമ്മൾ ഇവിടെ ഒരു കൂട് വെച്ചിട്ടുണ്ട്. അതൊന്ന് എടുത്ത് നോക്കാം.
ഏതാണ്ടൊക്കെ തല നീട്ടി നിൽപ്പുണ്ട്. ഈ കൂട് നമ്മളങ്ങോട്ട് ഇറങ്ങുന്നില്ല, അപ്പുറത്തിറങ്ങിയ കൂട് സൗകര്യത്തിന് പൊക്കാം. അയ്യോ, ഇതിനകത്ത് മീനുണ്ട്. പോലെ തന്നെ പരല് തന്നെയാണ്. പരലും സൂപ്പർ പരലാണ്. ആ കൂട്ടത്തിൽ തന്നെ ഒരു നീർക്കോലി തല വെച്ച് ചത്ത് കിടക്കുക കണ്ടോ. ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് അടുത്ത കൂട് പോയി പൊക്കാം. ഞാൻ ഇറമ്പഴി നടക്കരുത്, കുഴിയ. ഇവിടാണ് നമ്മൾ കൂട് വെച്ചിരിക്കുന്നത്. ഈ കാരി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഞാൻ കൂട് വെക്കുമ്പോൾ ഇത്രയും വെള്ളമൊന്നുമില്ല. അടിപൊളി തൂളിയ ഉണ്ടോ. ഇതിനകത്ത് നമ്മൾ കാരി പ്രതീക്ഷിച്ച് വെച്ചതാണ്. ആരെയും തൂളി മാത്രമേ ഉള്ളൂ. ഇതിവിടെ ഇരിക്കട്ടെ, ജീവനോടെ കിടക്കട്ടെ. അടുത്ത ഒരു കൂട് നമ്മൾ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്, അത് പോയി എടുക്കാം. വെള്ളം പറമ്പിലെല്ലാം കയറി. അപ്പം ഞാൻ കൂട് വെക്കാൻ വരുമ്പോൾ ഇത്രയും വെള്ളമൊന്നുമില്ല, പറമ്പിലൊന്നും കയറിയിട്ടില്ല. എന്തായാലും നമ്മൾ ഇവിടെ ഒരു കൂട് വെച്ചിരിക്കുന്നു. ഇതിനകത്ത് നമ്മൾ കാരി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് വെച്ചിരിക്കുന്നത്. ഒന്നും പറയാനൊക്കത്തില്ല. ഇതിനകത്ത് ഒരു കട്ടപ്പളവും കയറിയിട്ടുണ്ട്. ഇതിനകത്ത് കാര്യമുണ്ട്, 2-3 കാര്യമേ ഉള്ളൂ. ഉണ്ടോ, പരലുമുണ്ട്. കൂട്ടത്തിൽ നല്ലൊരു കട്ടപ്പളവനും കയറിയിട്ടുണ്ട് കണ്ടോ. അതിൽ നമ്മൾ മീൻ എടുക്കുന്നില്ല, നമ്മൾ നേരെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. ആ തുള്ളിയും കൂടി എടുത്തോളൂ. വെള്ളത്തേശാലും വെള്ളം തിരിച്ചിട്ട് ഈ പരലൊക്കെ ഇടുന്ന് വെള്ളത്തിലോട്ട് തന്നെ ഇട്ടിട്ട് കൊണ്ടു. അത് ഈ കൂടെ വെച്ച് നമുക്ക് പറഞ്ഞു. നമ്മൾ രണ്ടുപേരും കൂടി പാലത്തിൽ നിന്ന കുഴപ്പമോ.
ഇതിനെ നമ്മളിങ്ങനെ ഇങ്ങോട്ട് കുടഞ്ഞിടുക. പരല് കുറച്ചൊക്കെ ചത്തുപോകും തോന്നുന്നു. നമ്മൾ പരല് തന്നെ കൊണ്ടുപോകാൻ നമ്മൾ പാത്രമൊന്നും കൊണ്ടുവന്നില്ല, ബക്കറ്റ് മാത്രമേ കൊണ്ടുവന്നുള്ളൂ. നമുക്ക് വള്ളത്തിലോട്ട് തന്നെ പറഞ്ഞു. പരലും നീർക്കോലിയുള്ള പരൽ ഏറ്റവും കൂടുതലുള്ള കൂടാണിത്. ഇത് നമുക്കിത് നീർക്കോലി തന്നെ എടുത്ത് കളയണം. കൂട് നമ്മൾ ഇവിടെ തന്നെ വെക്കുക. അതുകൊണ്ട് ഇത് ഇപ്പം നമ്മൾ വെക്കുന്നില്ല. പരലൊക്കെ കൊണ്ടിട്ട് സെറ്റിയാക്കി അതൊക്കെ നല്ലപോലെ പരല് ചാകാതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടേ ഈ കൂട് വെക്കുന്നുള്ളൂ. അപ്പോൾ കൂട് നമുക്ക് ഇത് ഇവിടോട്ട് വെക്കാം. അപ്പോൾ 4 കൂട് നമ്മൾ ഇവിടെ വെക്കുക. ആ തൂളിയുള്ള ഒരു കൂട് നമ്മൾ കൊണ്ടുപോകും. കാര്യം തൂളി വെള്ളത്തെ കുറഞ്ഞിട്ടാൽ അത് ചാടിപ്പോകത്തേ ഉള്ളൂ. ഇട്ട് തേങ്ങ നമ്മൾ ഇവിടെ ഇട്ടിരിക്കുകയായിരുന്നു. ഇതും കൊണ്ടുപോകാം. തൂളി കൂടുതൽ എടുത്ത് വെക്കട്ടെ. നേരെ നമ്മൾ വീട്ടിലോട്ട് വിടുക. വെള്ളത്തെ വെള്ളം ഉള്ളതുകൊണ്ട് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അത് നമ്മൾ ബാലൻസ് പിടിച്ച് വേണം പോവാൻ. വീശുന്നുണ്ടോ? ജെട്ടിയിൽ നിന്ന് വീശുന്നുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വീട്ടിലോട്ട് പോവുക. ഇവിടെ നമ്മളൊരു കൂട് വെച്ചിട്ടുണ്ട്. വേണ്ട ആറ്റ് സൈഡിൽ വെച്ചിരിക്കുന്ന നമ്മളെല്ലാ എപ്പോഴും വെക്കുന്ന ഇവിടെ വെച്ചാൽ ഈ കൂടിനകത്ത് പരലാണ് കൂടുതൽ കിട്ടുന്നത്. അപ്പം അത് ഉദ്ദേശിച്ചാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. തൂളി ചാകാതിരിക്കാൻ നമുക്ക് ഇവിടെ വെക്കാം. ഇറങ്ങാതെ ഈ കൂട് പൊക്കാൻ നോക്കുക. കാര്യ സൂപ്പർ കാര്യ. ഇത് നമ്മൾ ഇവിടെ തന്നെ വെക്കുകയാണ്. തിരിച്ച് നമ്മൾ ഈ മീൻ എടുത്തിട്ട് നമുക്ക് അല്ലെങ്കിൽ അതും ചത്തു പോകത്തില്ലേ. ഓക്കെ, കൂളി നമുക്ക് എടുത്ത് വെക്കാം. നേരെ നമുക്ക് വീട്ടിലോട്ട് പോകാൻ. നമ്മൾ വീട്ടിലേക്ക് കടയിൽ വന്നിരിക്കുകയാണ്. തേങ്ങ നമ്മളെടുത്തത് ഇവിടെ കിടന്നാലും കാര്യം നമുക്ക് എടുത്ത് ഇട്ട് വെക്കാം. ഇത് ചാകാതെ എവിടെയെങ്കിലും ഇടണം നമുക്ക്. അതോട്ടിരിക്കട്ടെ. കാര്യമുണ്ട്, വരാലും ഉണ്ട്. ചൂളും ഇതുപോലെ തന്നെ നമ്മളിവിടെ വെക്കുക. ഇനി നമ്മുടെ പരലിനെ എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ പരലിനെ ഉദ്ദേശിച്ച് വെച്ച കൂടിനകത്ത് പരലില്ലായിരുന്നു. പക്ഷെ നമ്മൾ പാടത്ത് അകത്ത് വെച്ച ആ കൂടിനകത്ത് പരല് കിട്ടി. നമ്മൾ പരലിനെയാണ് ഉദ്ദേശിച്ചത്. ഏതായാലും കുറച്ച് പരല് നമുക്ക് കിട്ടി. നമ്മൾ ഈ പരലിനെ ഇതിനോട് നമ്മൾ ഈ പാത്രത്തിൽ എടുത്തിട്ട് വെക്കാം. എല്ലാം സൂപ്പർ പരലാണ് കിട്ടിയത്. ചൂണ്ടപ്പരലെന്ന് ഉദ്ദേശിക്കുന്നത് ഇത്ര പരലാണ് കേട്ടോ. ഇതിപ്പം ശകലം വലുതാണ്. ഇത്ര പരലാണ് ഉദ്ദേശിക്കുന്നത്. 8-ാം നമ്പർ ചൂണ്ട കുത്തുമ്പോൾ ഇത്രയും വലുപ്പമുള്ള പരലായിരിക്കണം. നമ്മൾ കിട്ടിയ മീനെ
പരലിനെ നമ്മൾ സേഫായിട്ട് 2 കലത്തിനകത്താക്കി. ഇനിയിപ്പം ഇതിനകത്ത് കുറച്ച് ആരയനും 2-3 കാരിയുണ്ട്. കാരിയൊക്കെ ആക്കുന്നില്ല. പിന്നെ നമുക്ക് കിടക്കുന്നത് ആ 2 കൂട്ടിനകത്ത്, ഒരു കൂട്ടിനകത്ത് തൂളിയും ഒരു കൂട്ടിനകത്ത് കാരിയാണ്. അത് ഇനി നമുക്ക് ജീവനോടെ ഇടുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അത് നമ്മൾ തൂളി നമ്മൾ എവിടെയെങ്കിലും വെള്ളത്തിൽ കെട്ടിയിടും. കാരിയെ നമ്മൾ പാത്രത്തിനകത്ത് കറക്കി വെക്കും. വെള്ളം മാറി തിരിച്ചു കൊടുത്താൽ മതിയുള്ളൂ. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മാക്സിമം ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.